ഉത്തർപ്രദേശിന് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. ഉത്തർപ്രദേശിലെ അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വവും BJPയുടെ ഹിന്ദുത്വ ആശയങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ യോജിപ്പും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിലെ പ്രമുഖ വ്യക്തിയാക്കി മാറ്റുന്നു. എന്നിരുന്നാലും താൻ ഉത്തർപ്രദേശിൽ സേവനമനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉയർന്ന ഓഫീസിലേക്ക് ആഗ്രഹമില്ലെന്നും യോഗി ആദിത്യനാഥ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ കേന്ദ്ര വ്യക്തിയായി തുടരുന്നു. അനന്തരാവകാശ പദ്ധതിയുടെ ഔദ്യോഗിക സൂചനകളൊന്നുമില്ല. യോഗി ആദിത്യനാഥിനെ ഭാവി നേതൃത്വത്തിനുള്ള ശക്തമായ മത്സരാർത്ഥിയായി കണക്കാക്കുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതകളും അദ്ദേഹം പ്രധാനമന്ത്രി ആകാനുള്ള സാധ്യതകളും ആകാതിരിക്കാനുള്ള സാധ്യതകളും എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആകാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്നാണ് ആദ്യമായി നോക്കാൻ പോകുന്നത്. അത് ഒന്നാമത്തെ കാരണം ഉത്തർപ്രദേശിൽ ശക്തമായ നേതൃത്വമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് നിർണായകമായ നേതൃത്വം പ്രകടമാക്കി. അദ്ദേഹത്തിൻ്റെ ഭരണശൈലി, പ്രത്യേകിച്ച് ക്രമസമാധാനം, അദ്ദേഹത്തിന് ശക്തമായ അനുയായികളെ നേടിക്കൊടുക്കുന്നു. അടുത്ത ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ്. യോഗി ആദിത്യനാഥ് BJPയുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു പ്രമുഖ മുഖമാണ്. പാർട്ടിയുടെ വോട്ടർ അടിത്തറയിൽ ഗണ്യമായ വിഭാഗവുമായി ഇത് പ്രതിധ്വനിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായുള്ള സഖ്യം പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. അടുത്തത് ജനപ്രീതിയും കരിഷ്മയുമാണ്. ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അസംബന്ധങ്ങളില്ലാത്ത നേതാവെന്ന പ്രതിച്ഛായയും അദ്ദേഹത്തെ ജനപ്രിയ വ്യക്തിയാക്കി, പ്രത്യേകിച്ച് BJPയുടെ അനുഭാവികൾക്കിടയിൽ അദ്ദേഹത്തെ ഒരു ജനപ്രിയ വ്യക്തിയാക്കി മാറ്റുന്നു. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭരണപരിചയമാണ്. പാർലമെൻറ്റ് അംഗമായും മുഖ്യമന്ത്രിയായും വർഷങ്ങളുടെ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത്. ശക്തമായ രാഷ്ട്രീയ ഭരണ പശ്ചാത്തലവും യോഗി ആദിത്യനാഥിനുണ്ട്. അടുത്ത BJPയും RSSുമായുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ ബന്ധവും BJPയുടെ RSSൻ്റെ ശക്തമായ പിന്തുണയുമാണ്. RSSുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധവും BJPയുടെ അടിസ്ഥാന ആശയങ്ങളുമായുള്ള യോജിപ്പും അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്ക് ശക്തമായ മത്സരാർത്ഥിയാക്കി മാറ്റുന്നു. ഇനി അദ്ദേഹം പ്രധാനമന്ത്രി ആകാതിരിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തേത് നരേന്ദ്രമോദിയുടെ ആധിപത്യമാണ്. BJPയിൽ നരേന്ദ്രമോദി കേന്ദ്ര കഥാപാത്രമായി തുടരുന്നിടത്തോളം കാലം മറ്റൊരു നേതാവിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കുറവാണ്. അടുത്തത് ധ്രുവീകരണ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ നിലപാട് ഒരു വിഭാഗം വോട്ടർമാരെ ആകർഷിക്കുമ്പോൾ അത് അദ്ദേഹത്തെ ഒരു ധ്രുവീകരണ വ്യക്തിയാക്കുന്നു. ഇത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആകർഷണം പരിമിതപ്പെടുത്തുന്നു. അടുത്തത് പരിമിതമായ ദേശീയ അനുഭവമാണ്. പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഒരു ദശാബ്ദത്തിലേറെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച മോദിയിൽ നിന്ന് വ്യത്യസ്തമായി യോഗി ആദിത്യനാഥിൻ്റെ അനുഭവം പ്രധാനമായും ഉത്തർപ്രദേശിൽ ഒതുങ്ങുന്നു. അടുത്തത് ഇന്റേണൽ പാർട്ടി ഡൈനാമിക്സ് ആണ്. അമിത്ഷായെ പോലെയുള്ള നിരവധി മുതിർന്ന നേതാക്കൾ BJPക്കുണ്ട്. അവർ മോദിയുടെ പിൻഗാമികളായി കണക്കാക്കപ്പെടുന്നു. ആഭ്യന്തര മത്സരം ഒരു കനത്ത വെല്ലുവിളിയായി ഉയർന്നേക്കാം. അടുത്തത് റീജിയണൽ ഫോക്കസ് ആണ്. ഉത്തർപ്രദേശുമായുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ ബന്ധം അദ്ദേഹത്തെ ഉത്തർപ്രദേശിലേക്ക് ഒതുക്കുന്നു. ഇന്ത്യയിലെ ഒരു വലിയ നേതാവായി അദ്ദേഹത്തെ ഈ കാലഘട്ടത്തിൽ കണക്കാക്കാൻ ആവില്ല. ചുരുക്കത്തിൽ യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രിയുടെ റോളിലേക്കുള്ള ശക്തമായ മത്സരാർത്ഥിയായുള്ള ഗുണവും പിന്തുണയും ഉണ്ടെങ്കിലും പാർട്ടിയുടെ ആന്തരിക ചലനാത്മകതയും അദ്ദേഹത്തിൻ്റെ ധ്രുവീകരണ പ്രതിച്ഛായയും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസരങ്ങളെ സ്വാധീനിച്ചേക്കാം. ഇതിൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.